ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു സംഭവം കാണിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ആദിലയും നൂറയും ഷാനവാസും തമ്മിലുള്ള കുറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്കഷനാണ്. പുലർച്ചെ 3:15 4:15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്കഷനാണ്. ഇത് ഞാൻ എന്തായാലും ലൈവില് ഞാൻ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റ് ഞാൻ ലൈവ് കണ്ടിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോ എപ്പിസോഡിന്റെ അത് കാണിക്കുന്നത് ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്കഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അനുവും അനീഷും എന്താണ് നെവിന്റെ മാറ്റർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇക്ക് എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നു, റിയാസ് പോകുന്ന അന്ന് രാവിലെ എല്ലാരും കൂടി എന്റെ നെഞ്ചത്തേക്ക് വന്നത് അനീഷിനോട് ഗോസിപ്പ് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങളുടെ വായിൽ നിന്നും വന്നൊരു വാക്ക് കാരണമാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെടുന്നത്. ആ വാക്ക് ഏതാണെന്ന് വെച്ചാൽ വൃത്തികെട്ട കാടെന്നുള്ളതാണ് വാക്ക്. അപ്പൊ അപ്പാനിയും അക്ബറും കെട്ടിപ്പിരിച്ചായിരുന്നു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നെവിനോട് 1-2 തവണയല്ല 10-15 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ എടുക്കുക, എനിക്കിത് ഇഷ്ടമല്ല എന്ന്. അക്ബർ എന്ന ചെന്നായ എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടിയാൽ അത് വളച്ചൊടിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണ്. അവനാണ് ഇതിൻ്റെ അകത്ത് വളച്ചൊടിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ ഡീലാക്കാനാണ് പ്ലാൻ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത്. നൂറയ്ക്ക് ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട് കേട്ടോ. നൂറ പറയുന്നുണ്ട്, മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. നൂറയ്ക്ക് ഷാനവാസിനോട് നല്ല സ്നേഹമുണ്ട്, ഷാനവാസിന് നൂറയോട് നല്ല സ്നേഹമുണ്ട്. ആദിലെയാണ് ഇതിൻ്റെ അകത്തൊരു ഡബിൾ ഗെയിം കളിച്ചത്, ഓക്കെ, എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട്, ലാലേട്ടന്റെ മുന്നിൽ നെവിനോട് സോറി പറഞ്ഞ് മാറിയിരുന്ന് കരയാമെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എന്ന്. ഇങ്ങനൊരു കാര്യം ഷാനവാസ് പറയുന്നുണ്ട്. ഇത് എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിനെതിരെയുള്ള ആ ഒരു ആരോപണം അത് പിൻവലിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു ഷാനവാസിന്. അത് ഷാനവാസ് മാപ്പ് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. അത് ആദിലയും നൂറയും രണ്ടുപേരും പറയുന്നുണ്ട്, മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് പിൻവലിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇനി നെവിനിൽ നിന്നും ആർക്കും ഉണ്ടാവരുത് എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇവരിനി വീണ്ടും ഷാനവാസിന്റെ പക്ഷത്തേക്ക് ചായാൻ വേണ്ടിയാണോ എന്നും അറിയില്ല. ലൈവില് കാണാതെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. എപ്പിസോഡിൽ കാണിക്കുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ലൈവില് കണ്ടിട്ട് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നെവിനോട് മാപ്പ് പറയാനായിട്ടായിരുന്നു ഷാനവാസിന്റെ പ്ലാൻ എന്നുള്ളത്. പിന്നെ ആദിലയും നൂറയും ഈ രീതിയിലൊരു ഗെയിം കളിച്ചതുകൊണ്ട്, ഇന്ന് ഈ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്ത് ഗെയിം കളിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നാണ് ഷാനവാസ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്തായാലും ഒരു ഭീരുത്വമായിട്ടൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇപ്പൊ ആരോപണമാണെങ്കിലും നിലപാടാണെങ്കിലും അതിൽ നമ്മളെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അല്ലാതെ നമ്മളത് അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി ചാഞ്ഞ് ഒരു കൊമ്പില് ചാഞ്ച് നിൽക്കണം, അല്ലാതെ 2-3 കൊമ്പിലൊന്നും പിടിച്ച് നിൽക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, ലാലേട്ടൻ എപ്പിസോഡ് ഒരു നിർണായകമായ എപ്പിസോഡാണ് ഈ ആഴ്ചത്തേത്. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.